സങ്കീർത്തനങ്ങൾ 1 ഒന്നാം പുസ്തകം. മ്യൂട്ടാ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപിയുടെ വഴി നിൽക്കാതെയും പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവൻ ആറ്റിരകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം തന്നെ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നീതിമാന്മാർ ദുഷ്ടന്മാർ രണ്ടുപേരെ കുറിച്ചാണ് ഈ വചനത്തിൽ പറയുന്നത്. ഹല്ലേലൂയ. ഈ സങ്കീർത്തനക്കാലത്ത് നമുക്ക് തുടക്കം തന്നെ അങ്ങനെ. അപ്പൊ നീതിമാന്മാരും ദുഷ്ടന്മാർ ഈ രണ്ടു കൂട്ടരാണല്ലോ നമുക്ക് ലോകത്തിലുള്ളത് തന്നെ. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ മക്കളും പിശാചിന്റെ മക്കളും ഇത് രണ്ടു കൊല്ലത്ത് വേറെ ഇടയ്ക്ക് വേറൊരു വകുപ്പില്ല. ഹല്ലേലൂയ. ഒന്നിൽ ദൈവത്തിന്റെ ആത്മാവ് ഗൈഡ് നടത്തുന്നവരായിട്ട്, അല്ലെങ്കിൽ ദുരാത്മാക്ക ശക്തികളാൽ നടക്കുന്ന ഏതെങ്കിലും ഒരു ആത്മാവ് നമ്മളെ ലീഡ് ചെയ്യുന്നുണ്ട്, എപ്പോഴും ഗൈഡ് ചെയ്യുന്നുണ്ടോ. ഹല്ലേലൂയ. ഇന്നലെ ഞാനൊരു വചനം കേട്ടു. ഹല്ലേലൂയ. അത് ഞാൻ നമ്മുടെ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ്. എന്നിട്ട് ഞാൻ താഴെ എഴുതി വെച്ചത് എന്ന് വെച്ചാൽ ഇപ്പൊ യൂട്യൂബിന്റെ ഇത് വരാത്തോണ്ട്, പിക്ചർ വരാത്തോണ്ട് ഞാനകത്ത് എഴുതി വെച്ചു, ഹല്ലേലൂയ, റൈറ്റ് ചെയ്ത് എല്ലാവരും ഇത് കേൾക്കണമേ എന്ന് പറഞ്ഞിട്ട്. ഇത്ര കേട്ടോന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ പ്രയർ ഗ്രൂപ്പ് തുടക്കം ഇട്ട് ഞാൻ പ്രയർ വാരിയേഴ്സിൽ ഞാൻ ബീഡ് ഇന്റർനാഷണലിന് ഇട്ട് പലരും കേട്ടത് എനിക്ക് തോന്നുന്നു. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് പറഞ്ഞേക്കുന്ന കാര്യം എതിർ പ്രാർത്ഥനയെ കുറിച്ചാണ്. എതിർ പ്രാർത്ഥന ഞാൻ പണ്ടെപ്പോഴും ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അത്. എതിർ പ്രാർത്ഥന ഒരിക്കലും ദൈവഹിതപ്രകാരമല്ല, ബൈബിളിന്റെ അടിസ്ഥാനത്തിലും അല്ല. ഹല്ലേലൂയ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നാ പറയും, ബൈബിളിൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പഴയ കാലത്ത് ദാവീദും പ്രവാചകന്മാരും ഒക്കെ എതിർ പ്രാർത്ഥനകൾ പറഞ്ഞു. ഏലിയാവ് പറയുന്നുണ്ട് ആകാശത്ത് തീയിറങ്ങി, ഏലീശ പറയുന്നുണ്ട് ആകാശത്ത് തീയിറങ്ങി നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ദാവീദ് അവരോട് അങ്ങനെ ചെയ്യണേ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് അതിനകത്ത് ഉള്ളപ്പോ തന്നെ നമ്മൾ പുതിയ നിയമത്തിലാണ്. കർത്താവ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മളോട് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹിക്കാൻ വിളിക്കപ്പെട്ടവരായി നിങ്ങൾ അനുഗ്രഹിക്കുന്നവരാകുക. നമ്മൾക്ക് ആരോടും ദോഷം പ്രാർത്ഥിക്കാനായിട്ട് വകുപ്പില്ല. ഹല്ലേലൂയ. അപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. എതിർ പ്രാർത്ഥന നന്നായിട്ട് അതിന്റെ എഫക്റ്റ് അടിച്ചിട്ടുള്ള ആളാണ് ഞാൻ. കാരണം വെച്ചാൽ ഞാനത് എനിക്ക് ദൈവം അത് വെളിപ്പെടുത്തി തന്നതാണ്. എന്നാ വെച്ചാൽ ഞാൻ എനിക്കൊന്ന് 2019 ആ കാലഘട്ടത്തിലാണ് എനിക്ക് തോന്നുന്നുണ്ട്. അതിന്റെ കാരണം എന്താ വെച്ചാൽ പല പരിജ്ഞാനവും ഇല്ലാത്ത ദൈവമക്കളും ദൈവദാസന്മാരും ഹല്ലേലൂയ മറ്റുള്ളവരെ ശപിച്ചുകൊണ്ടും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇത് അവര് ദൈവത്തിന്റെ നീതിയിൽ വരുന്നതും ദൈവത്തിന്റെ സ്നേഹത്തിനും വിപരീതമായിട്ടാണ്. ഇവര് ദൈവത്തോടൊന്ന് വിചാരിച്ച് ഇവർ പ്രാർത്ഥിക്കുന്ന സംഭവമാണ്. ദൈവമാണ് ചെയ്യുന്നത് ഇവരുടെ വിചാരം. പക്ഷേ നമ്മുടെ ദൈവം നീതിമാനായ ദൈവമായതുകൊണ്ട് ഒരിക്കലും ദൈവം ഒരാൾ തകർന്നു പോണേ, ഒരാളെ നശിച്ചു പോണേ, ഒരാൾക്കിட்ட പണി കൊടുക്കണേ, ഒരാളെ അടിക്കണേ എന്നൊക്കെ പറയുന്ന പ്രാർത്ഥനയൊന്നും ദൈവം കേൾക്കാറില്ല. ഹല്ലേലൂയ. ദൈവം അത് പ്രവർത്തിക്കത്തുമില്ല. ഇന്നലെ കേട്ടപ്പോ എനിക്ക് ഒരു റെവലേഷൻ കൂടെ അതിനകത്ത് വന്നുകൊണ്ടാണ് ഞാനത് ഇത് പറയാൻ കാര്യം. ഹല്ലേലൂയ. ഇതെല്ലാം എനിക്ക് നേരത്തെ അറിയുന്ന കാര്യം. പക്ഷെ അപ്പോൾ മറ്റൊരാൾ ദൈവം ഏറ്റെടുക്കാത്ത പ്രാർത്ഥനകളെ, നമ്മുടെ പ്രാർത്ഥന ഏറ്റെടുക്കുന്ന മറ്റൊരാളുണ്ട്, അത് പിശാചാണ്. കാരണം നമ്മൾ നീതിയില്ലാത്ത അനീതിയായ ഏത് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും അനീതിയുള്ളവൻ അത് ഏറ്റെടുക്കും. ഞാൻ പ്രത്യേകിച്ച് നമ്മുടെ ദൈവമക്കളുടെ വായിന്ന് വരുമ്പോൾ അവൻ കൂടുതൽ ഫോഴ്സോടെ അത് ഏറ്റെടുക്കും. അവൻ അത് പോയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. ഞാനിത് പ്രാർത്ഥിക്കാവോ, എന്നാലും എന്നോട് അങ്ങനെ ചെയ്ത സാറാമ സിസ്റ്റർ എന്നോട് അങ്ങനെ ചെയ്തോണ്ട് ആ സാറാമ സിസ്റ്റർ ദൈവമേ ഇതിന്റെ പ്രവൃത്തി ഇപ്പൊ തന്നെ ഇന്ന് തന്നെ കാണണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം അത് അങ്ങനെ കേട്ട് പ്രവർത്തിക്കും ദൈവമല്ല. പക്ഷെ പിശാച് അത് കേട്ടാൽ പ്രവർത്തിക്കും. സാറാമ സിസ്റ്റർ അടുത്തേക്ക് വന്നിട്ട് അത് ഞാൻ എന്താണോ പറഞ്ഞത് അത് ഇച്ചിരി ഫോഴ്സിൽ അങ്ങോട്ട് തരാൻ തുടങ്ങും. അപ്പൊ ഇതിവിടെ പിശാച് ആണ് ഏറ്റെടുക്കുക. ഇത്രയും കാര്യം എനിക്ക് ദൈവം വെളിപ്പെടുത്തി എനിക്കറിയാതെ. പക്ഷെ അതിനപ്പുറം ഇദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, അതെന്നെ വല്ലാണ്ട് സ്പർശിച്ചു. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പലരുടെയും ജീവിതത്തെ ഇങ്ങനെ നോക്കിയപ്പോൾ. ഹല്ലേലൂയ. നമ്മൾക്ക് ദൈവം തന്ന കൃപാവരങ്ങൾ, ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തന്ന കൃപാദാനങ്ങൾ നമ്മൾ ദൈവഹിതമല്ലാത്ത നീതിയില്ലാത്ത പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഇത് മലിനപ്പെട്ടു പോകും. അങ്ങനെ പല ശുശ്രൂഷകന്മാരും ഇങ്ങനെ കത്തി നിന്ന് ശുശ്രൂഷിക്കുന്നവരൊക്കെ ഇവരുടെ വന്ന വികാരങ്ങളാൽ ഫീലിങ്സിനാൽ ഇവരിങ്ങനെ ശപിക്കുകയും
അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവരുള്ള കൃപാവരങ്ങൾ പിന്നീട് ആമെ പ്രവർത്തിക്കാതെ വരുന്നത് കാണാൻ പറ്റുന്നു. ദൈവം ചെയ്യുന്നതല്ല, പിശാചി ചെയ്യുന്നതല്ല, പക്ഷെ നമ്മൾ ദൈവത്തിന്റെ ഹാലേലിയ ആമേ ഒരു നീതിയുടെ ഹെവൻലി ഡിസിപ്ലിനുള്ള നമ്മൾ നിൽക്കുന്നത്. അതിന് വിപരീതമായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇത് മലിനപ്പെടാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ രോഗികളുടെ സൗഖ്യമാകത്തില്ല, നമ്മൾ പറഞ്ഞ് വിട്ടുപോകത്തില്ല. നേരത്തെ ജ്വലിച്ചു നിന്ന പല പ്രവചനമൊക്കെ കറക്റ്റ് ആകത്തില്ല. നേരത്തെ നമ്മൾ ജ്വലിച്ചു നിന്ന കൃപാവരങ്ങളൊക്കെ മങ്ങിപ്പോകും. അതിന് കാരണം നമ്മൾ നീതിയില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത, ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ചാൽ. ആ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കാണണം. അതിനകത്ത് ലാസ്റ്റ് അങ്ങനെ നമ്മുടെ മേൽ വന്നിട്ടുള്ളതോ എന്തെങ്കിലും ആയിട്ടുള്ളതിനൊക്കെ മാറിപ്പോകാൻ പറഞ്ഞ കർത്താവ് യേശുക്രിസ്തുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു ഭാഗം കൂടെ ചേർത്തിട്ടുണ്ട്. ഞാൻ ദൈവദാസനെ ആദ്യമായിട്ട് കേൾക്കുക, നേരത്തെ കേട്ടിട്ടില്ല. എന്തായിരുന്നാലും ഹാലേലിയ, ഇന്നലെ ആ വീഡിയോ കേട്ടപ്പോൾ എനിക്ക് തോന്നി. അത് ഞാൻ ഇവിടെ നമ്മൾ പറയുന്നത്, ഇവിടെ പറയും രണ്ടു കൂട്ടരാ, ദുഷ്ടന്മാരും നീതിമാന്മാരും. ഒന്നാം സങ്കീർത്തനക്കാരെ അങ്ങനെ പറയുന്നത്. ഒന്നാം സങ്കീർത്തനം പറയുന്നത് ദുഷ്ടന്മാരും നീതിമാന്മാരും. അപ്പൊ ദുഷ്ടത എപ്പോഴും ഹാലേലിയ എവിടെ നിന്ന് വരുന്നു? ദുഷ്ടനിൽ നിന്ന് വരുന്നു. ഇപ്പൊ ഞാനൊരാൾക്ക് എന്തെങ്കിലും ആപത്ത് വരണമേ, അനർത്ഥം വരണമേ, നശിച്ചു പോകണമേ, അല്ലെങ്കിൽ ഹാലേലിയ അവന് ഒരടി കിട്ടണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നെങ്കിൽ അത് എന്റെ ദുഷ്ടതയാ വരുന്നത്. എന്റെ ഉള്ളിൽ നിന്ന് ദുഷ്ടതയാ ഹാലേ. പക്ഷെ എന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്നേഹമാണെങ്കിൽ ഹാലേ, എന്റെ ദൈവം എപ്പോഴും സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മൾ ഹാലേ അഭക്തരായിരുന്നപ്പോ തന്നെ, നമ്മൾ ദൈവത്തിന് ശത്രുവായി ജീവിച്ചപ്പോ തന്നെ ഹാലേ, നമ്മൾ ദൈവത്തെ അറിയാതിരുന്നപ്പോൾ തന്നെ ഹാലേ, ദൈവം നമ്മളെ സ്നേഹിച്ചു. നമുക്ക് വേണ്ടി സ്നേഹിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്തു. ഹാലൂയ ആമേ. ഇനിയിപ്പം നമ്മൾ ശത്രുക്കളുടെ മാറി നിരപ്പ് പ്രാപിച്ചതിന് ശേഷവും നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്ത് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുമ്പോഴും അകന്നു പോകുമ്പോഴും ഹാലൂയ ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവം ദീർഘക്ഷമയോട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ദൈവം ഒരിക്കലും ഹാലേലിയ എന്നാ അവനെ ഞാൻ പോയിട്ട് 4 അടി കൊടുക്കട്ടെ എന്ന് പറയുന്നില്ല. ഹാലേലിയ നമുക്കറിയാം, ഏറ്റവും വലിയ എക്സാമ്പിൾ പുതിയ നിയമത്തെ തള്ളിപ്പറഞ്ഞ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗിയ എന്നിട്ട് മറ്റുള്ളവരെ കൊണ്ട് വിളിച്ചുകൊണ്ട് പടകും വലയും എടുത്തുകൊണ്ട് പിന്മാറ്റത്തിലേക്ക് പോയ പത്രോസിനെ തേടിച്ചെന്ന ദൈവസ്നേഹം. അവിടെ ചെന്ന് കർത്താവ് വെറുതെ നിന്നെയല്ല, കനൽ ചുട്ട അപ്പവും മീനും ഒക്കെ കൊണ്ട് കാത്തിരുന്നിട്ട് ആമേ പത്രോസിനോട്, നീ എന്നെ തള്ളി പറഞ്ഞില്ലേടാ, എന്നാലും ഞാൻ അന്നേ പറഞ്ഞില്ലേ നീ അങ്ങനെ ചെയ്യുമെന്ന്, ഞാൻ പറഞ്ഞിട്ടെങ്കിലും നീ അത് ചെയ്യാതിരുന്നോ എന്നൊന്നും ചോദിച്ചില്ല. എന്നാലും എന്നോടത് ചെയ്തല്ലോ. നമ്മുടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാ, എന്നാലും എന്തൊക്കെ പറഞ്ഞത്, എന്നാലും സിസ്റ്റർ എനിക്ക് ഭയങ്കര വേദന, എന്നാലും അതെന്നോട് ചെയ്തല്ലോ. ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സല്ലേ. കർത്താവ് അങ്ങനെ എന്നാലും പറഞ്ഞെങ്കിൽ എത്ര എന്നാലും പറയണമായിരുന്നു നമ്മളോടൊക്കെ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ഓരോ പ്രവൃത്തി കാരണം കർത്താവ് എത്ര പറഞ്ഞാൽ തീരുമായിരുന്നു നമ്മളോടൊക്കെ ഓരോ ദിവസവും, എന്നാലും എൻ്റെ കുഞ്ഞെ നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ അങ്ങനെയാണല്ലോ എന്ന്. ഹല്ലേലൂയ ആമേൻ. അവിടെയൊക്കെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലും പകയും വിദ്വേഷവും ദുഷ്ടതയും കപടതയും വഞ്ചനയൊക്കെ വരുന്നതിനെക്കാട്ടി മുമ്പേ ആ സ്നേഹം വരണ്ടേ. എല്ലാവരോടും ഞാൻ പറയാം. ഇപ്പൊ കർത്താവ് പറഞ്ഞ ആകപ്പാടുള്ള പ്രമാണത്തെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് ദൈവം പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, അതുപോലെ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തെ, പൂർണ്ണ ആത്മാവ്, പൂർണ്ണ മനസ്സോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞത്, ഈ 2 കൽപ്പനയും കൂടെ അതിനോട് ചേർത്ത് തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമെങ്കിൽ, ദൈവത്തെ നമ്മൾ ആ പൂർണ്ണ ഹൃദയത്തെ സ്നേഹിക്കാൻ കഴിയുന്നെങ്കിൽ നമുക്ക് നമ്മുടെ അയൽക്കാരനെയും മറ്റുള്ള എല്ലാവരും അതുപോലെ സ്നേഹിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ സ്നേഹം എന്തുകൊണ്ടാണ് കണ്ടീഷൻസ് വെച്ച് മാറുന്ന വെച്ചാൽ, നമ്മൾ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുന്നില്ല, പറച്ചിൽ മാത്രമേ ഉള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിൽ, യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്ക് വലിയൊരു സ്തോത്രക്കാഴ്ച കൊണ്ടുതരും, അല്ലെ വലിയൊരു ആനയെ വാങ്ങിച്ചുകൊണ്ട് തരുമെന്നോ, അല്ലെ വലിയൊരു വിളക്ക് വാങ്ങിച്ചുകൊണ്ട് തരുമെന്നോ, അല്ലെങ്കിൽ വലിയ 100,000 പേർക്ക് സത്യം നടത്തുമെന്നോ ഒന്നും അല്ല പറഞ്ഞേക്കുന്നേ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ വചനം പ്രമാണിക്കും.
അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു ഉള്ളതിന്റെ തെളിവ് എന്താ വെച്ചാൽ വചനം പ്രമാണിക്കും. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുള്ള തെളിവ് എന്താന്ന് വെച്ചാൽ നമ്മൾ ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വല്ലാത്ത വേദന ഉണ്ടാവും, വല്ലാത്ത കുറ്റബോധം ഉണ്ടാവും, നമുക്ക് സ്വസ്ഥത ഉണ്ടാകത്തില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ദൈവഹിതമല്ലാത്ത എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടേയിരിക്കും, അയ്യോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ അതിനെ ഓർത്ത് ഹാലലിയ, നമ്മുടെ കണ്ണ് നിറയും, ഹൃദയം പൊടിയും ഹാലലിയ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്. അല്ലാതെ എന്ത് പാപം ചെയ്താലും ഒരു തെറ്റിയത്, രണ്ട് തെറ്റ്, മൂന്ന് തെറ്റിയത് ഇങ്ങനെ പോയിട്ട് ഹാലേലിയ അകന്നകന്ന് പോകുമ്പോഴും ഹാലേലിയ ഒരു കുറ്റബോധം നമ്മൾ വരുന്നില്ല എങ്കിൽ, അതിന് പിന്മാറി വരണമെന്ന് ചിന്തിക്കുന്നില്ല എങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സ്നേഹത്തിൽ അല്ല. ഞാൻ എപ്പോഴും പറയാം, സ്നേഹിക്കുന്നവരെ വേദനിപ്പിക്കാൻ ആർക്കും ഇഷ്ടമല്ല. പരിശുദ്ധാത്മാവിനെ ദുഃഖിക്കും. നമ്മൾ പാപം ചെയ്യുമ്പോൾ, നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ, കള്ളം പറയുമ്പോൾ ഹാലേലിയ പരിശുദ്ധാത്മാവിനും വേദനിക്കും. ഹാലേലുയ. ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ, എല്ലാ ദിവസവും ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഹാലയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഞാൻ പറയും, നമ്മുടെ വായിന്ന് ഹാലേലിയ ഈ ചീത്ത വാക്ക്, ചീത്തത്തരങ്ങൾ ഹാലേലിയ അല്ലെങ്കിൽ ബാഡ് വേർഡ്സ് നമ്മുടെ വായിന്ന് വന്നു കഴിഞ്ഞാൽ എനിക്കത് കേൾക്കുന്ന ഭയങ്കര ഭ്രാന്ത്. എൻ്റെ ശരീരം എല്ലാം കൊണ്ട് എനിക്ക് ദേഷ്യം വരുന്നു ഭയങ്കരമായിട്ട്. എനിക്കറിയത്തില്ല എവിടെ നിന്നാന്ന് അറിയത്തില്ല, ആരെങ്കിലും പറയുന്നത് കേട്ട് എനിക്ക് കലി വരും ഹാലേലിയ. അപ്പം ഇത് പറയുമ്പോൾ ഓരോ പ്രാവശ്യം നമ്മൾ ചിലപ്പോൾ അവർ പറഞ്ഞ് ശീലിച്ച് വർഷങ്ങളായിട്ട് പഴക്കമായിരിക്കും, മാറാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് പറയുമ്പോഴെല്ലാം ഒരു കാര്യം മനസ്സിലാക്കണം, അവരുടെ നാവ് ഹാലലൂയ പിശാചിന് കൊടുക്കും അവര്. ഹാലലൂയ. അത് നമുക്ക് ദൈവം തന്ന നാവ്, ദൈവത്തെ സ്തുതിക്കാൻ തന്ന നാവിനെ എടുത്ത് എന്നാ പിശാചെ നീ കുറച്ചു നേരം ഉപയോഗിക്കുന്നു പറഞ്ഞ് പിശാചിന് കൊടുക്കുന്നതാണത്. അപ്പൊ ഓരോ പ്രാവശ്യം വായിലേക്ക് വരുമ്പോൾ ഇത് പറഞ്ഞ് പുറത്തേക്ക് വിടരുത്. ഹാലലൂയ. വായി വരുന്നതെല്ലാം, മനസ്സിൽ വരുന്നതെല്ലാം, ഹൃദയത്തിൽ വരുന്നതെല്ലാം നമുക്ക് സംസാരിക്കാൻ പാടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ നാവിന്റെ ശക്തി ഹാലയ അത് വെച്ചിട്ട് നമ്മൾ എന്താണ് നമ്മുടെ സാഹചര്യങ്ങൾ കാണാൻ, അത് കാണാനിട്ട് അത് പറയാനല്ല നാവ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ പറയുന്നത് ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാവികൾ വഴി നിൽക്കാതെയും പരിഹാസം ഏർപ്പെടുത്തിയിരിക്കുക. 3 കാര്യങ്ങൾ ഇവിടെ പറയുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നമ്മൾ നടക്കുന്ന, പാപികളുടെ വഴി നിൽക്കുന്ന, പരിഹാസികളുടെ ഇരിപ്പെടുത്തിയിരിക്കുന്നു. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കുകയും പാപികളുടെ വഴിയെ നിൽക്കുകയും ചെയ്യുന്ന നിങ്ങൾ പരിഹാസി ആയിരുന്നിരിക്കും, പരിഹാസിയായി പോവുക തന്നെ ചെയ്യും. നിങ്ങൾ പരിഹാസിയുടെ ഇരിപ്പെടുത്തി ഇരിക്കുക തന്നെ ചെയ്യും. കാരണം നമുക്ക് ദുഷ്ടൻ നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരുന്ന ചില ആലോചനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അത് ഹാലലിയ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരിഹസിക്കപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇല്ലേ? പരിഹാസമാകത്തില്ലേ? നിന്നയാകത്തില്ലേ? ആകും. കാരണം അവൻ കൊണ്ടുവരുന്നത് ഒന്നും നല്ല ആലോചന ആയിരിക്കത്തില്ല. കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നല്ലതാണെന്ന്, കണ്ണിന് നല്ല ഇമ്പമുള്ളതാണെന്നൊക്കെ തോന്നും. ഹല്ലേലൂയ. കാതിന് നല്ലതാന്ന് ഹവായോട് ചെന്നിട്ട് പറഞ്ഞെന്താ? അയ്യോ, സത്യമായിട്ട് ദൈവം പറഞ്ഞിട്ടുണ്ടോ ഇവിടുന്ന് എന്തെങ്കിലും ഭക്ഷിക്കരുതെന്ന്? ഹല്ലേലൂയ. അപ്പൊ അത് എന്നിട്ട് ഒരു ദിവസം കൊണ്ടല്ല, പല ദിവസം കൊണ്ട് ചെന്ന് സംസാരിച്ച് ദുഷ്ടന്റെ ആലോചന പ്രകാരം നടന്നു. ഹല്ലേലൂയ. അവിടെ ചെന്ന് ഇത് ഭക്ഷിച്ചു. എന്താ പ്രയോജനം ഉണ്ടായത്? പരിഹാസം പോലെ. കാരണം എന്താ വെച്ചാ അപ്പോഴാണ് ബോധം വന്നിട്ട് ദൈവം പറയുമ്പം ഇവർക്ക് കൊടുത്ത അധികാരം മുഴുവൻ, വാഴുവാൻ കൊടുത്ത അധികാരമെല്ലാം ആരുടെ കൈ പോയി? ദുഷ്ടനെ തോട്ടത്തിൽ നിന്ന് പുറത്തുപോയി. പരിഹസിക്കപ്പെട്ടോ ഇല്ലയോ? പരിഹാസമായി. ഹല്ലേലൂയ. അപ്പൊ ദൈവസഭയ്ക്കുള്ളിൽ നമ്മൾ നിൽക്കുമ്പോൾ, ദൈവത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിൽക്കുമ്പോൾ പല ആലോചനകളും നമുക്ക് നമ്മുടെ അടുക്കിലേക്ക് ഇങ്ങനെ വരും. അല്ലെ? അടുത്ത് പറയുന്നത് പാപികളുടെ വഴിയിൽ നിൽക്കാതെയും. ദുഷ്ടന്റെ ആലോചന നമ്മൾ കേട്ടാൽ നമ്മൾ പാപികളുടെ വഴിയിലേക്ക് പോകാൻ തുടങ്ങും. ഹല്ലേലൂയ. കാരണം ദുഷ്ടത കൊണ്ടുവരുന്ന നീതിമാനെ പാപത്തിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാ. ഏകന്റെ പാപം മൂലം, ഹല്ലേലൂയ, അല്ലെ ഏകന്റെ ലംഘനത്താൽ സകലരും പാപികളായി മാറും. അപ്പൊ പാപം വരുന്നത് ദുഷ്ടന്റെ ആലോചനയിൽ നിന്നാണ്. അപ്പൊ പാപം വന്നാൽ പിന്നെ അടുത്ത പരിഹാസയുടെ ഇരിപ്പിടത്തില പിന്നെ നമ്മൾ ഇരിക്കുന്നത്. വിശ്വാസികളെന്ന് ദൈവമക്കളെന്ന് പറയും. ദൈവത്തിന്റെ വചനം പറയുന്നേ, ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ.
അപ്പം ദൈവത്തിന്റെ ആത്മാവ് നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അവരാണ് ഹല്ലേലൂയ ആമേൻ സന്തോഷത്തോടെ അല്ലെങ്കിൽ നീതിയോടെ ഹല്ലേലൂയ ആമേൻ അഭിമാനത്തോടെ വിശ്വാസത്തോടെ ഒക്കെ നടക്കത്തുള്ളൂ. പക്ഷെ ദുഷ്ടന്റെ ആലോചന ഇത് എപ്പോ വരും സിസ്റ്റർ? ദുഷ്ടൻ നമ്മുടെ ആലോചന 24 മണിക്കൂറും 365 ദിവസവും ദുഷ്ടൻ ആലോചനയും കൊണ്ട് നമ്മുടെ ട്രിക്കിലേക്ക് വരും. ഹല്ലേലൂയ ആമേൻ. അടുത്ത പറയുന്നേ, അപ്പൊ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പൊ എന്തുകൊണ്ടാണ് ദുഷ്ടന്റെ ആലോചന നമ്മുടെ ഇടയ്ക്കേക്ക് വരുന്നത് വെച്ചാൽ നമുക്ക് ധ്യാനിക്കാനും സന്തോഷിക്കാനും ദൈവം ഒരു കാര്യം തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ന്യായം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഇത് വായിക്കുകയും ഇതിൽ സന്തോഷിക്കുകയും ഇത് പ്രമാണിക്കുകയും ചെയ്യുന്നവന്റെ അടുക്കലേക്ക് ഒരിക്കലും ദുഷ്ടന്റെ ആലോചന വരുത്തില്ല എന്നല്ല, വന്നാൽ അതിനെ തിരിച്ചറിയാനുള്ള വിവേകം നമ്മൾ ഉണ്ടാകും. അത് തിരിച്ചറിയാൻ ജ്ഞാനം നമ്മളുണ്ടാകും. നമ്മുടെ കേക്ക് ചില അഭിപ്രായങ്ങൾ, ചില ആലോചനകൾ, ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്കറിയാം ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല, ഇത് ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആമേഹാൽ അതിനെ നമുക്ക് വേണ്ട എന്ന് പറയാൻ പഠിക്കണം. ഹാലേലിയ. ആര് എന്ത് തന്നാലും നമ്മൾ കരം നീട്ടി സ്വീകരിക്കരുത്. ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, ദൈവമേ എനിക്കൊരു സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു വല്ല പ്രതിസന്ധിയുണ്ട്, അല്ലെങ്കിൽ എനിക്ക് സഹായിക്കണമേ എന്ന് പറയുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന എല്ലാ സഹായങ്ങളും ദൈവം അയക്കുന്നതാണെന്ന് ചിന്തിക്കരുത്. നമ്മൾ ദൈവം അയക്കാത്ത സഹായം വരും. ഹാലേലിയ. അതിനെ തിരിച്ചറിയണം നമ്മൾ. ദൈവമക്കൾക്ക് ദൈവിക ജ്ഞാനം പരിജ്ഞാനവും വേണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ്. കാരണം ദൈവത്തിന്റെ വചനം നമ്മളെ ജ്ഞാനിയാക്കി മാറ്റും. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. ദൈവത്തോടുള്ള ഭക്തി എന്താ ഏതിൽ കൂടെ വരുന്നത്? ദൈവത്തിന്റെ ഭക്തി. വിശ്വാസം എങ്ങനെ വരുന്നു എന്നാ പറയുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നത്. അപ്പൊ നമ്മൾ വചനം വായിക്കുകയും വചനം കേൾക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുന്നവന്റെ ഉള്ളിൽ ഇഷ്ടമുണ്ടാവും, നോളജ് ഉണ്ടാവും. അത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കാര്യങ്ങളെയൊക്കെ നമുക്ക് വിവേചിക്കാൻ കഴിയും. ഇല്ലേ? നമ്മളെങ്ങനെയാ ഒരു കാര്യം ശരിയാണെന്നല്ല തെറ്റാണെന്ന് നമ്മളെങ്ങനെയാ തിരിച്ചറിയുന്നത്? നമ്മൾ വചനം വെച്ചാ നോക്കുന്നല്ലേ? ഇത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇത് ദൈവം പറഞ്ഞ കാര്യമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ? ദൈവത്തിന് ഇഷ്ടമാണോ അല്ലയോ നമ്മൾ തിരിച്ചറിയുന്നത് എങ്ങനെയാ? ദൈവത്തിന്റെ വചനം നമ്മൾ പഠിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമാണോ അല്ലേ? ആ ദൈവ ഇഷ്ടം അറിയണമെങ്കിൽ നമ്മൾ അതുകൊണ്ടാ പറഞ്ഞ് രാപ്പകൽ ധ്യാനിക്കണം. ഏതെങ്കിലും സമയത്ത് എനിക്ക് ബൈബിൾ വായിക്കാൻ അരമണിക്കൂർ സമയമുണ്ട്, ബൈബിൾ വായിക്കാൻ 1 മണിക്കൂർ സമയമുണ്ട്, അല്ല ഞാൻ ദിവസം ഇങ്ങനെ. പക്ഷെ അല്ല, നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വായിച്ചു പോയ വചനം, നമ്മൾ കേട്ടുപോയ വചനം, ഇത് രാപ്പകൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ധ്യാനിക്കണം. നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. ഏത് സിറ്റുവേഷൻസിലും ആ സിറ്റുവേഷൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇത് വചനത്തിലുണ്ടോ? ഇത് വചനം എന്ത് നിന്നോട് പറഞ്ഞിട്ടുണ്ട്? വചനം എന്താ എന്നെ പഠിപ്പിക്കുന്നത്? ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ ഈ വചനം ഉള്ളിൽ ഇല്ലാത്തവരാണ് പെട്ടെന്ന് ദുഷ്ടന്റെ ആലോചനയിലേക്ക് വീണു പോകുന്നത്. അവർ തെറ്റിച്ചുകൊണ്ട് പോകാൻ പറ്റും. പക്ഷെ വചനം ഉള്ളിലുള്ളവരെ അങ്ങനെ എന്തൊക്കെ കൊണ്ട് മുമ്പ് വെച്ചാലും തെറ്റിച്ചു കൊണ്ടുപോകാൻ പറ്റത്തില്ല. ശ്രമിക്കും. ഹല്ലേലൂയ. അവിടെ എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നത് നമ്മൾ ഈ സംഘത്തിനൊക്കെ ചിന്തിച്ചിട്ടുള്ളതാണ്. പക്ഷെ എന്തിലും ഇന്ന് എനിക്ക് പെട്ടെന്ന് ഇതാണ് പറയാൻ തോന്നിയത്. ഹല്ലേലൂയ. കാരണം ഇന്നത്തെ സമൂഹത്തെ നമ്മൾ കാണുന്ന വിശ്വാസികളെ പലരെയും എന്തിന് ദൈവദാസന്മാരെ പലരെയും പിശാചിന്റെ ആലോചന പ്രകാരം തെറ്റി നടക്കുന്നു. അവരെന്നിട്ട് അതിൽ നിന്ന് വിളിച്ച് പറയുകയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് വേദന തോന്നും. കാരണം ഇത് ദൈവവചനത്തിൽ ഉള്ളതല്ല, ഇത് മാനുഷ്യമായ ഫീലിങ്സ് എന്ന് വരുന്നതാണ്. ഞാൻ എപ്പോഴും പറയാം, നമ്മൾ ഒരിക്കലും ഫീലിങ്സ് അല്ല നമ്മളെ ലീഡ് ചെയ്യേണ്ടുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മളെ ലീഡ് ചെയ്യേണ്ടത്. ഫീലിങ്സ് അല്ല നമ്മളെ ലീഡ് ചെയ്യേണ്ടത്, പരിശുദ്ധാത്മാ നമ്മളെ ലീഡ് ചെയ്യേണ്ടത്. ഫീലിങ്സ് എല്ലാവർക്കും ഉണ്ട്. മാനുഷ്യ സഹജമാണ് ഫീലിങ്സ് എന്ന് പറയുന്നത്, അല്ലേ? നമുക്ക് എല്ലാവർക്കും ഫീലിങ്സ് ഉണ്ട്. ഈ ഫീലിങ്സ് നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാട്ടിക്കൂട്ടും? കോപിക്കുന്ന സമയത്തൊക്കെ നമുക്ക് കോപം വലിയ തരുമ്പോൾ കയ്യിലിരിക്കും മൊബൈലൊക്കെ പട്ടേ എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചിട്ടൊക്കെ ഉണ്ട്. കാണാതെ എന്തുകൊണ്ടാണ് പൊട്ടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫീലിങ്സ് നമ്മൾക്ക് സുബോധം നഷ്ടപ്പെടും. അല്ല, ഫീലിങ്സ് നമ്മുടെ ബുദ്ധിയെ കാട്ടി കൂടുതൽ നമ്മൾ ഭരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ അങ്ങനെയൊക്കെ കയ്യിലിരിക്കുന്ന എടുത്തെറിയുക, അവിടെ ഇരിക്കുന്നത് തല്ലി പൊട്ടിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഫീലിങ്സ് ഭരിക്കുമ്പോഴാണ്. ഫീലിങ്സ് നമ്മൾ ഒരിക്കലും ഭരിക്കാൻ അനുവദിക്കരുത്. അതിന് നമ്മുടെ മേൽ കൺട്രോളുള്ള ദൈവത്തിന്റെ ആത്മാവുണ്ട്.
ആത്മാവ് നമ്മൾ ഭരിക്കട്ടെ. ഹാലേലൂയ. അടുത്തറിയുന്ന ആ വചനത്തെ ധ്യാനിക്കുന്നതെന്ന് വെച്ചാൽ അവൻ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നതൊക്കെയും സാധിക്കണമെങ്കിൽ, ഇലവാടാത്ത വൃക്ഷം പോലെ ഇരിക്കണമെങ്കിൽ, ഹാലേലൂയ, ആമേൻ, ഹാലേലൂയ, തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന ആത്മാവിന്റെ ഫലത്തെ കുറിച്ചും ജഡത്തിന്റെ പ്രവൃത്തികളെന്ന ഗലാത്യലേഖനത്തിൽ എഴുതിയേക്കുന്നത്. ജഡത്തിന്റെ ഫലമെന്നല്ല എഴുതിയേക്കുന്നത്, ജഡത്തിന്റെ പ്രവൃത്തികളാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അത് മുഴുവൻ ചെയ്യുന്നത് നമ്മുടെ ഫീലിങ്സ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ആത്മാവിന്റെ ഫലമാണ്. കാരണം ഹാലേലൂയ, അത് നമ്മളാകുന്ന വൃക്ഷത്തിൽ ഹാലേലൂയ ഉണ്ടായി വരുന്നതാണ് ആ ഫലം. ഹാലേലൂയ. അത് ഉണ്ടാകണമെങ്കിൽ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആശ്ചര്യത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം എന്ന് വെച്ചാൽ ആവശ്യമുള്ള സമയങ്ങളിലൊക്കെ ഫലം കായ്ക്കണം. ഇഷ്ടമുള്ളപ്പോഴല്ല, വല്ലപ്പോഴും അല്ല, ആണ്ടിലൊരിക്കലല്ല, തക്ക കാലത്ത് ഹാലേലൂയ ഫലം കായ്ക്കും. ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. നമ്മുടെ ഇല അങ്ങനെ വെയില് തട്ടിയാലും ഒന്നും വാടത്തില്ല. ജോസഫിനെ കുറിച്ച് പറയുന്നുണ്ട്, ഹാലേലൂയ, അവൻ ഫലപ്രദമായ വൃക്ഷം, ഹാലേലൂയ, നീതിയോടെ അധികം നട്ടിരിക്കുന്നു, മതിലിന്മേൽ പടരുന്നു, പലരും അവനെ എയ്തു, പലരും എറിഞ്ഞ്, വില്ലാളികൾ പലരും എയ്തു എറിഞ്ഞു. പക്ഷെ വല്ല കുഴപ്പം പറ്റിയോ? ഇല്ല. കാരണം എന്താ? ഹാലേലൂയ, അത് ദൈവത്തിന്റെ ആത്മാവ് നടന്നത് കൊണ്ടാ. പല ഏറിയുമ്പോ ഏറും ഒക്കെ നമ്മൾ പറയാം, നാട്ടിലൊക്കെ നമ്മളൊക്കെ പണ്ട് കായ്ച്ചു നിൽക്കുന്ന മാവുകൊണ്ട് എറിയുമായിരുന്നല്ലേ പോകുമ്പോ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോ മാവേലി അറിഞ്ഞിട്ടില്ല നിങ്ങൾ? ഞാനൊക്കെ അറിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനൊക്കെ കരുനാപ്പള്ളി കൂടെ നടന്നു പോകുമ്പോ ഹാലേലൂയ, അത് നടന്നു പോകുമ്പോഴാണ് തിരിച്ചു വരുന്ന സമയത്ത്, വൈകിട്ട് സ്കൂളിൽ നിന്ന് വിട്ടിട്ട് ഒക്കെ വരുമ്പോ സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം ഉണ്ടാകും. ഞങ്ങളിങ്ങനെ കുറെ പേര് കൂടിയ വരുമ്പോഴത്തേന് കാണുന്ന മാവേല്, കാണുന്ന മരത്തില് എല്ലാം അവിടെ എന്താ ഏത് വീട്ടിൽ ആരപ്പുളിയുണ്ട്, ഏത് വീട്ടിൽ ഇലമ്പുളിയുണ്ട്, എവിടെ അമ്പഴങ്ങയുണ്ട്, ഇവിടെ മാങ്ങയുണ്ട്, ഇതെല്ലാം കൃത്യമായിട്ട് അറിയാൻ കാലില്ല. കാരണം ഇവിടെ എല്ലാം നിരങ്ങിയാണ് എല്ലാം കൂടെ വരുന്നത്. കാലില്ല. അപ്പൊ മാവേലൊക്കെ ഇറങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഇതുപോലെ എനിക്ക് തോന്നാ ബസ് സ്റ്റാൻഡ് കിഴക്ക് വശത്തുള്ള വീട്ടിൽ പോയിട്ട് അവിടെ നെല്ലിക്ക മരം ഉണ്ട്, വലിയൊരു മരം. അതിന്മേലേക്ക് പടിയെടുത്തെറിഞ്ഞപ്പോ പടക്കിയവർ രണ്ട് പാമ്പനകത്ത് പടക്കിയത് താഴെ വീണു. പിന്നെ അവിടെ പോയിട്ടില്ല എന്ന് പറയുന്നത് നിനക്ക്. ഇതേപോലെ നമ്മളൊക്കെ അറിയും. കാരണം എന്താ? അതിൽ കായുണ്ട്, അത് കണ്ണുണ്ട് അറിയുന്നത്. കായില്ലാത്ത മരത്തെ ആരെങ്കിലും അറിയുമോ? ഇല്ല. അപ്പൊ നമ്മുടെ നേരെ കയറി വരും, ഏറൊക്കെ കിട്ടും. പലരും നമ്മളെ കുറിച്ച് ഹാലയിലെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയും. ഹാലയിൽ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കി പോകണം. കഴിഞ്ഞ സാരോ എന്നോട് ഇങ്ങനെ പറഞ്ഞ് എന്തോ പറഞ്ഞു ഞാൻ കുഴപ്പമില്ല, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പോകുന്ന ട്രാക്കിലാന്നുള്ള തെളിവായത് ഇപ്പൊ ഈ വന്നേക്കുന്ന പ്രശ്നങ്ങൾ ഇത്. അപ്പൊ നമ്മള് ഏറ് കിട്ടുമ്പോൾ മനസ്സിലാക്കണം, എന്തോ നമ്മൾ ഉള്ളത് കൊണ്ടാണ് ഏറ് വരുന്നത്. ഇല്ലെങ്കിൽ ഏറൊന്നും വരത്തില്ല. അതുകൊണ്ട് അവിടെ പേടിക്കേണ്ട കാര്യമില്ല. അപ്പൊ അത് ഫലം കായ്ച്ചു നിൽക്കുന്നിടത്താണ് ഏറ് വരുന്നത്. തക്ക കാലത്ത് ഫലം കായ്ക്കും. പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ സാധിക്കും. നമുക്ക് കാര്യങ്ങൾ സാധിപ്പിക്കാനായിട്ടും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളല്ല നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുന്നത്. നമ്മൾ ന്യായപ്രമാണത്തെ ധ്യാനിച്ച് അതിൽ പറഞ്ഞതൊക്കെ ചെയ്ത് നടക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ സാധിക്കുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ നീതിയാണ്. ഹാലൂയ. ആ നീതി നമുക്ക് വേണ്ടി മുൻപടിയായും പിൻപടിയായും പോകുമെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുടക്കം വരുത്തില്ല. അവിടെ അടുത്ത പറയുന്നത് ദുഷ്ടന്മാർ അങ്ങനെയല്ല കേട്ടോ, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെ അത്രേ. ഇങ്ങോട്ട് വരും, പിന്നെ കാണാനില്ല, പൊടി പോലുമില്ല, കണ്ടുപിടിക്കാന്ന് പറഞ്ഞ കുറെ പേര് നമ്മൾ കാണാറുണ്ട്. വരുമ്പോ ഭയങ്കര ബഹളം വെച്ച് ഭയങ്കര പ്രകടനമൊക്കെ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. പക്ഷേ നീതിമാന്മാർ അങ്ങനെയല്ല, അവരവിടെ തന്നെ കാണും. വലിയ പ്രകടനമൊന്നും പ്രകടിച്ചില്ലെങ്കിലും അവിടെ തന്നെ കാണും കേട്ടോ. ഹാലൂയ. എന്നിട്ട് ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. ഹല്ലേലൂയ. അപ്പം ദുഷ്ടന്മാർ പറയും ന്യായവിസ്താരത്തിലും നീതിമാന്മാരുടെ സഭയിലും അവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പം ഇവിടെയൊക്കെ ചിലപ്പോൾ നിവർന്ന് ഞെളിഞ്ഞൊക്കെ നടക്കുന്നുണ്ടോ, വലിയ ആളൊക്കെ കളിച്ചിട്ട്. പക്ഷെ അവിടെ ചിലപ്പോൾ നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ.
ആമേൻ, സ്തോത്രം. അതുകൊണ്ട് അല്ല, അങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് പ്രകടനം കാണിക്കുന്നവരൊക്കെ കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പറയണം, മനസ്സിൽ പറയണം, എനിക്കൊരു സ്ഥലമുണ്ട്, അവിടെ ഞാൻ നിവർന്നു നിൽക്കും, ഞാൻ എവിടെ ചെന്നാലും നിവർന്നു നിൽക്കും. എന്റെ തല കുനിഞ്ഞല്ല, എന്റെ ദൈവം ഹാലയില്ല, ഞാൻ ദൈവത്തെ നോക്കി ആരാധിക്കുന്നതാണ്, എന്റെ തല നിവർത്തി തന്നെ ദൈവം പിടിക്കും. ഹാലയില്ല. ആരുടെ മുമ്പിൽ അത് കുനിഞ്ഞു പോകാനായിട്ട് ദൈവം ഇടയാക്കത്തില്ല. ആമേ, ഹാലയില്ല. യഹോവ നീതിമാന്റെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. ഞാൻ പലപ്പോഴും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിങ്ങനെ ഭയങ്കര വിഷയത്തിലും പ്രശ്നത്തിലും പ്രതിസന്ധിയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ പറയാണ്ട്, ഇപ്പം ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കുഞ്ഞിന് ഫീസ് 30-ാം തീയതി ഉള്ളിൽ കൊടുത്തില്ലെങ്കിൽ വിസ ക്യാൻസൽ ആവുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമ്മളിവിടെ ചിലപ്പോഴൊക്കെ ഇച്ചിരി ടെൻഷനൊക്കെ ആയിരിക്കും ഇതൊക്കെ കാര്യങ്ങളൊക്കെ, പക്ഷെ വിഷമമൊക്കെ വരും. പക്ഷേല് ദൈവത്തിന് നീതിമാന്റെ വഴി അറിയാവുന്നേ. ദൈവത്തിനറിയാം ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ യാത്രയിലാണ്, ഞാൻ എവിടെ ചെന്ന് എന്ത് ചെയ്യുന്നു ദൈവത്തിന് നല്ല ഉറപ്പുണ്ട്. കാരണം നമ്മളെക്കാൾ മുന്നമേ നമ്മുടെ കാര്യങ്ങൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് തിരിച്ചറിയുമ്പോൾ, സംഭവിക്കാൻ പോകുമ്പോൾ തിരിച്ചറിയാം ദൈവത്തിന് നന്നായിട്ട്. ദൈവത്തിന് വല്ല ടെൻഷനുണ്ടോ? ഇല്ല. ദൈവത്തോട് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ദൈവം ചിലപ്പം മിണ്ടത്ത് പോലും ഇല്ല. കാരണം എന്താ പറഞ്ഞാൽ ദൈവത്തിനറിയാം ഇതെവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നും എവിടെ ചെന്ന് അവസാനിക്കുമെന്നും അറിയാം. അതുകൊണ്ട് ദൈവത്തിന് നീതിമാന്മാരുടെ വഴി അറിയാം. പക്ഷെ ദുഷ്ടന്മാരുടെ അങ്ങനെയല്ല. ഹല്ലേലൂയ. അത് എവിടെയെങ്കിലൊക്കെ ചെന്ന് ബ്രേക്ക് പോയ വണ്ടി പോലെയൊക്കെ ഇടിച്ചു നിൽക്കും. പക്ഷെ നമ്മൾ എവിടെ ചെന്ന് നിൽക്കുമെന്നും നമ്മളെ അടിസ്ഥാനം വിട്ട് ക്രിസ്തു എന്ന പാറമേലാന്ന് എത്ര കാറ്റടിച്ചാലും വന്മഴ പെയ്താലും വീടിന്മേൽ തലച്ചാലും അത് ഉറപ്പോടെ നിൽക്കുമെന്ന് ദൈവത്തിന് അറിയാം. നമ്മൾ ഓരോരുത്തരും അതുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം തന്നെ നടക്കണം. പാപികളുടെ വഴിയിൽ പോയി നിൽക്കരുത്, പരിഹാസിൽ ഇരിപ്പിടത്ത് ഇരിക്കാൻ ഇടയാകരുത്. നമ്മൾ ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ രാപ്പുകൾ ധ്യാനിക്കുന്ന, നട്ടിരിക്കുന്ന, തക്കകാലത്ത് ഫലം കഴിക്കുന്ന ഒരു ഇടപാടാത്ത വൃക്ഷം പോലെ ആയിരിക്കട്ടെ. യുവജനത്തെ എല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.